കരൂർ ലാറ്റക്സ് ഫാക്ടറി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ചത് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ലാതെയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർക്ക് ഈ അമോണിയ ശ്വസിച്ച് ത്വക്ക് രോഗങ്ങളും ശ്വാസം മുട്ടലും എല്ലാം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരിന്ന് സംഘടിതമായിട്ട് വന്ന് മുന്നറിയിപ്പ് കൊടുക്കാനായി ഫാക്ടറി വളപ്പിൽ കയറി മുന്നറിയിപ്പ് അധികാരികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്, നാട്ടുകാരുടെ പ്രതിനിധിയോട് ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 40 വർഷത്തോളം ജോലി ചെയ്തതാണ്. അതിന് ലാസ്റ്റ് കാലത്ത് ഇതിൻ്റെ വെള്ളം, ഈ സ്കിമ്മെന്ന് പറയുന്ന വേസ്റ്റ് വെള്ളം കോഴിക്കോട്ടേക്ക് കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വേസ്റ്റ് വെള്ളം ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇവർ അമോണിയയും പിന്നെ സൾഫ്യൂരിക് ആസിഡും ചേർത്ത് ഉറപ്പിച്ച് ആ വെള്ളം വരുന്നതാണ് ഈ സ്മെല്ല് മുഴുവൻ ഉണ്ടാകുന്നത്. ഇത് ഇവിടുന്ന് വെള്ളം നേരെ കയറി പോവുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഇവിടെ സ്മെല്ലുണ്ടാകുകയില്ല. വേണ്ടത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ലൈസൻസ് പോലും ഇല്ല ഇപ്പം. ഇതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും കാണുകയില്ല. വാർഡ് കൗൺസിലർ നമ്മളോട് ജോസിൻ ബിനോ നമ്മളോട് സംസാരിക്കുന്നു. ഇവിടെ പലതവണ ഇവരോട് സംസാരിച്ചാണ്. അന്നൊക്കെ ഒരു ട്രയലാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ട്രയൽ തന്നെ 3-4 മാസമായി തുടങ്ങിയിട്ട്. ഇവിടെയുള്ള പ്രായമായ അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. പലർക്കും സന്ധ്യയാകുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു, ശ്വാസം മുട്ടലുണ്ടാകുന്നു, സ്ഥിരമായിട്ട് ജലദോഷം മാറാൻ വരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ വരുമ്പോൾ ഇത് വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആ മഴവെള്ളത്തിനോട് പോകുമ്പോൾ ആരും അറിയില്ല. പക്ഷേ മണം കാരണം ആർക്കും മണം അല്ല, പ്രധാനമായിട്ട് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കമ്മിറ്റി കൂടി അത് ഞങ്ങളിവിടെ വന്ന് പ്രതിയോഗിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നേതൃത്വം എല്ലാവരും അറിയിക്കുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം വെള്ളം എല്ലാ പ്രാവശ്യവും തന്നെ വെള്ളം കൊണ്ടുപോക്കോളാം എന്ന് നമ്മളോട് വാക്ക് പറയും. വെള്ളം കൊണ്ടുപോകാതെ മഴ വരുമ്പോൾ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒന്നെങ്കിൽ നന്നായിട്ട് പോകുക, അല്ലെങ്കിൽ ഞങ്ങൾ നിർത്തിക്കുള്ളൂ. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വീട്ടമ്മമാർ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇതാ ഒരു ജെസ്സി എന്ന് പറയുന്നൊരു വീട്ടമ്മ നമ്മളോട് പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ വേണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇത് നടത്തണമെന്ന് വലിയ കാരണം ഈ മണം ശ്വസിച്ച് അങ്ങനെ ഞങ്ങൾ ജീവിക്കുക എത്ര കാലം ജീവിക്കാൻ പറ്റുന്ന പോലെ ഞങ്ങൾക്ക് അറിയില്ല. അതുപോലെയാണ് ഭയങ്കര മണം അടിച്ചിട്ട് പെരക്കകത്ത് കയറത്തേയില്ല. അതെ, ഒരു ഓട്ടോ വിളിച്ച പോലെ ഓട്ടോക്കാർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക, ഈ മണം ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഈ സ്മെല്ല് അടിച്ച് ഇവിടെ കിടക്കുന്നതെന്നാണ് ഓട്ടോക്കാർ പോലും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രോഗങ്ങളുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, നേരം തുമ്മലോട് തുമ്മലാണ്, തലവേദന മാറുന്നില്ല. എല്ലാം കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് തന്നെ ക്യാൻസർ രോഗികൾ വരെയുള്ള ഓരോ ഇവിടെയുണ്ട്. അവർക്കാണ് ഇപ്പം ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രൂക്ഷമായ ഗന്ധം മൂലം അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഞങ്ങളുടെ ഈ സ്ഥലം എല്ലാം അങ്ങോട്ട് അവരെ അങ്ങോട്ട് എടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോക്കണം, ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലത്തിനുള്ള പൈസ ഇങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിച്ചോളാം. ഇവര് നടത്തണം എന്നുണ്ട് ഈ ഫാക്ടറിക്കാർ മൊത്തം അങ്ങോട്ട് എടുത്തോട്ടെ സ്ഥലം. ഈ സ്ഥലം മൊത്തം എടുക്കട്ടെ, പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ മണം അടിച്ച് കിടക്കണ്ടല്ലോ. 24 ലിറ്റർ വെള്ളം കയറിപ്പോൾ ഒരു ടാങ്കർ വെള്ളം കയറി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും പോകുന്നില്ല. അതിൽ ആ ഇതാണ് സ്കിമ്മെന്ന് പറയുന്ന ആ സാധനമാണ്. അതിൻ്റെ അകത്ത് വെള്ളം വന്നുകൊണ്ടാണ് ഈ സ്മെല്ലുണ്ടാകുന്നത്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 4 ലീഫുള്ളതിൽ 1 ലീഫ് മാത്രമാണ് പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്. നാട്ടുകാർ പറയുന്നത് ഇന്നലെ അവരുടെ കമ്മിറ്റി, ആക്ഷൻ കമ്മിറ്റി കൂടി അതിൻ്റെ പേരിൽ അത് വിവരമറിഞ്ഞ മാനേജ്മെൻറ്റ് ഒരു നാട്ടുകാരെ കബളിപ്പിക്കുവാനായി 1 ലീഫ് മാത്രം പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരിപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. എന്നിട്ടും ഈ സ്മെല്ല് കാരണം 6 മെഷീനുള്ളതിൽ 1 മെഷീൻ മാത്രം പ്രവർത്തിപ്പിച്ചതാണ് അയൽവക്കംകാർക്കൊന്നും ഈ ശക്തമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 6 എണ്ണം ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് 2 കിലോമീറ്റർ പ്രദേശത്ത് ജീവിക്കാൻ പറ്റിയാലെന്നാണ് നാട്ടുകാരിപ്പോൾ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. തുടങ്ങട്ടെ, വലിയ എണ്ണ കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം എന്തെങ്കിലും തുടങ്ങട്ടെ. അടുത്തുള്ളവർക്കൊക്കെ ഹോസ്പിറ്റലൊന്നും വരണമെങ്കിൽ അതും ചെയ്യാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ. ഈ മനുഷ്യനെയും പണം വരുത്തി ചുമ്മാ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അടുത്ത പിന്നെ സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടതെന്ന് തീർത്ത് പറഞ്ഞ ആൾക്കാരെ പലരും അങ്ങനെ വിൽക്കാൻ ഒരുങ്ങിയിട്ട് ആരും മേടിക്കുന്നില്ല.
അപ്പോൾ നമ്മളൊരു സ്ഥലം വിറ്റ് പോകണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടാത്തൊരവസ്ഥയിലോട്ട് അവസ്ഥയിലേക്ക് അയക്കുക. ഒരു പ്രത്യേക പ്രദേശമായിട്ട് ഇത് മാറി. അതായത് തിരുവനന്തപുരം വിളപ്പിശാല പോലെ ജനങ്ങളെ പേടിക്കുന്ന ഒരു പേരായിട്ട് ഇപ്പം കരൂർ ലാറ്റക്സ് ഫാക്ടറിയുടെ ചുറ്റും മാറിയിരിക്കുന്നു അല്ലേ? ഇരിക്കുന്നു.